പൊരുതുന്ന ക്യൂബയ്ക്ക് ഐക്യദാർഢ്യം, ഒരു മെമ്പർ ഒരു രൂപ. ഇങ്ങനൊരു പോസ്റ്റർ ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. എന്തിനാണ് കേരളത്തിലെ CPM-കാർ അങ്ങ് അപ്പുറത്ത് കിടക്കുന്ന ക്യൂബയ്ക്ക് പണം നൽകുന്നത്? വൈദ്യുതി മുടക്കം, സാമ്പത്തിക തകർച്ച, വർദ്ധിച്ചു വരുന്ന സാമൂഹിക അസ്വസ്ഥതകൾ അതടിച്ചമർത്തുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനം, അങ്ങനെ ക്യൂബ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ ബഹുമുഖ പ്രതിസന്ധികളാണ്. ഇതാണോ ഇവിടുത്തെ CPM-കാർ പറയുന്ന പൊരുതുന്ന ക്യൂബ? ഇന്റർനെറ്റ് വിലവർദ്ധനവിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ, പണപ്പെരുപ്പം കുതിച്ചുയർന്നു, അടിസ്ഥാന സേവനങ്ങൾ ഇല്ലേയില്ല. ഈ ക്യൂബയ്ക്കാണ് കേരളം ഒരു രൂപയുമായി CPM-കാർ ഇറങ്ങിത്തിരിക്കുന്നത്. എന്താണ് ക്യൂബയിൽ നടക്കുന്നത്? എന്തിനാണ് ക്യൂബയ്ക്ക് പണം? എന്താണ് ക്യൂബയിൽ സംഭവിച്ചത്? പരിശോധിക്കാം നൗ റോഡിങ്ങിലൂടെ. ഭക്ഷണം, വൈദ്യുതി എന്നിവയുടെ ക്ഷാമമൊക്കെ തുടർക്കഥയാവുന്ന ക്യൂബയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കോവിഡിനെ തുടർന്നുള്ള അധികമായ നിയന്ത്രണങ്ങളും ജനങ്ങളുടെ മേലുള്ള ഉപരോധവും ഒക്കെ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ക്യൂബയുടെ ആഭ്യന്തരമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്ന ടൂറിസം അടക്കമുള്ളവ സ്തംഭിക്കപ്പെടുകയും ചെയ്തതോടെ ജനജീവിതം ദുസ്സഹമാണ്. നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ ക്യൂബൻ തലസ്ഥാനത്തിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രതിഷേധങ്ങളെ നേരിടാൻ മെഷീൻ ഗൺ ഘടിപ്പിച്ച പ്രത്യേക ജീപ്പുകൾ, കർഫ്യൂ അടക്കം നിരവധി മാർഗങ്ങൾ ഇതിനോടകം തന്നെ ക്യൂബൻ ഏകാധിപതി മിഗേൽ ഡ്യൂയസ് കനേൽ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ക്യൂബയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ഒരുപക്ഷെ ഇത്രയും അധികം പ്രക്ഷോഭം ക്യൂബൻ വിപ്ലവത്തിന് ശേഷം ആദ്യമായിരിക്കും. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലാണ് ക്യൂബ. സാമ്പത്തിക രംഗത്തെ തകർച്ച നേരിടാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ വെള്ളത്തിലായി. എല്ലാ കാര്യത്തിലും ഇസ്ലാമിസ്റ്റുകൾ ജൂതന്മാരെ പഴിചേർന്നതുപോലെ ക്യൂബയെ തകർക്കാനുള്ള അമേരിക്കയുടെയും ക്യൂബൻ വിപ്ലവ വിരോധികളുടെയും ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭമെന്നും US ഫണ്ടഡ് ആളുകളാണ് പ്രതിഷേധം നടത്തുന്നത് എന്നുമാണ് ക്യൂബൻ പ്രസിഡന്റ് ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത്. പ്രതിഷേധിക്കുന്ന ജനങ്ങളെ നേരിടാൻ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോട് രംഗത്തിറങ്ങാനുള്ള ഉത്തരവും ഈ സ്വേച്ഛാധിപതി നൽകുന്നുണ്ട്. കരീബിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ജനവാസമുള്ള ദ്വീപ് സമൂഹമാണ് ക്യൂബ. ഫുൾജൻസിയോ ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായി ഫിദൽ കാസ്ട്രോയുടെയും ഏണസ്റ്റോ ചെഗുവേരയുടെയും നേതൃത്വത്തിൽ 1953 നടത്തിയ ക്യൂബൻ വിപ്ലവത്തിലൂടെ 1959 മുതൽ 2008 വരെ ക്യൂബൻ ജനതയുടെ ഭരണാധികാരി നായകൻ ഫിഡൽ കാസ്ട്രോ ആയിരുന്നു. കാസ്ട്രോ കുടുംബത്തിന്റെ 6 പതിറ്റാണ്ട് നീണ്ട ഭരണാധിപത്യം അവസാനിപ്പിച്ച 2021 ഏപ്രിലാണ് പാർട്ടി ഫസ്റ്റ് സെക്രട്ടറി സ്ഥാനം റൗൾ കാസ്ട്രോയിൽ നിന്നും 60-കാരനായ മിഗേൽ ഡ്യൂയസ് കനേൽ ഏറ്റെടുത്തത്. ഏകദേശം 63ഓളം വർഷങ്ങൾ പ്രതിപക്ഷമില്ലാതെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ അരി പോലും കിട്ടാനില്ലാതെ ജനങ്ങൾ വലയുകയാണെന്നാണ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി ക്യൂബ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രധാനമായി US ഉപരോധം, കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറ്റപ്പെടുത്തുന്ന ക്യൂബൻ ഭരണാധികാരികൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് അടിസ്ഥാനപരമായി ക്യൂബ മുന്നോട്ട് വയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ തന്നെയാണ് പ്രശ്നമെന്നാണ്. കഴിഞ്ഞ 64ഓളം വർഷമായി എതിർശബ്ദങ്ങളില്ലാതെ ഏകാധിപത്യത്തിലൂടെ ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിച്ച് പുത്തൻ സംരംഭങ്ങളോ ഫ്രീ മാർക്കറ്റോ ആഗോളവൽക്കരണത്തിന്റെ സാധ്യതകളോ ഉപയോഗിക്കാതെ സോഷ്യലിസം എന്ന അബദ്ധജടിലമായ സാമ്പത്തിക അന്ധവിശ്വാസത്തെ പിടിച്ചിരുന്നാൽ പട്ടിണിയും പരിവട്ടവും മാറില്ലെന്നും ജനജീവിതം മെച്ചപ്പെടില്ലെന്നുമുള്ള അവസാന ഉദാഹരണമാണ് ക്യൂബ. എല്ലാം ഫ്രീ ആയി ലഭിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ക്യൂബ കേൾക്കുമ്പോൾ അടിപൊളിയെന്നൊക്കെ നമുക്ക് തോന്നും. ജനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന സർക്കാർ. പക്ഷേ മധുര മനോജ്ഞ ക്യൂബ എന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പാട് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ്. തോക്കിന് മുന്നിൽ നിർത്തി ആളുകളെ പേടിപ്പിച്ചും എതിർത്തവരെയും തോൽപ്പിക്കേണ്ടവരെയും കൊന്നുതള്ളിയുമാണ് ഇന്നത്തെ ക്യൂബ നിലവിൽ വന്നത്. ഫിദൽ കാസ്ട്രോയുടെ ഭരണത്തിന് തുടക്കമിട്ട ക്യൂബൻ വിപ്ലവം ആയിരക്കണക്കിന് ആളുകളെ കൊന്നുതള്ളിയതിന്റെ ചരിത്രം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനജീവിതത്തെ തകർത്ത ഒരു സിസ്റ്റത്തിന് പകരം മറ്റൊരു ഫാസിസം, അത് വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തി. ജനങ്ങളുടെ മേൽ അനാവശ്യ സാമ്പത്തിക സാമൂഹിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ക്യൂബ യഥാർത്ഥത്തിൽ സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് നടത്തുന്നത്. ആധിപത്യം എന്നാൽ തന്നെ അവകാശ അഭിപ്രായ നിഷേധമാണ്. കമ്മ്യൂണിസ്റ്റ് ആധിപത്യം എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയ കമ്മ്യൂണിസം എന്ന ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളോട് പ്രതികരിക്കാത്ത, ഉൾക്കൊള്ളാനാവാത്ത സിസ്റ്റത്തെ ആളുകളെ കൊന്നുതള്ളിയും എതിർശബ്ദങ്ങളെ അമർച്ച ചെയ്ത് നടപ്പിലാക്കുക എന്നാണ്. പൗരാവകാശങ്ങളെ റദ്ദ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്താദ്യമായ എല്ലാ ജനങ്ങളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്നത്. 1932-33 കാലഘട്ടത്തിൽ
സോവിയറ്റ് യൂണിയന്റെ പ്രധാന ധാന്യ ഉൽപാദന പ്രദേശങ്ങളായ യുക്രൈൻ, നോർത്തേൺ കോക്കസസ്, വോൾഗ റീജിയൻ, കിസാക്കിസ്ഥാൻ, സൗത്ത് യൂറൽസ്, വെസ്റ്റ് സൈബീരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന സോവിയറ്റ് ക്ഷാമം ഒരു ഉദാഹരണമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 4 പതിറ്റാണ്ട് കാലം സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായിരുന്ന ഘട്ടത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടിയ പോളണ്ട് മറ്റൊരു ഉദാഹരണമാണ്. മാവോയുടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഏകാധിപത്യത്തിലൂടെ കൂപ്പുകുത്തിയ ചൈനയുമൊക്കെ ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. പക്ഷേ കമ്മ്യൂണിസവും സോഷ്യലിസവും സമ്മാനിച്ച ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം കരകയറ്റിയത് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസങ്ങളെ കടലിലെറിഞ്ഞ് ക്യാപിറ്റലിസത്തെയും ആഗോളവൽക്കരണത്തെയും വാരി പുണർന്നതുകൊണ്ടാണ്. ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾക്ക് മാറ്റം വേണം, സ്വേച്ഛാധിപത്യം വേണ്ട എന്ന് തെരുവിലിറങ്ങി ക്യൂബൻ ജനത ആവശ്യപ്പെടുന്നത് സാമ്പത്തിക പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. വർഗ ഏകാധിപത്യം എന്ന പിന്തിരിപ്പൻ ആശയത്തിലൂടെ ജനങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഒന്നുപോലും ജനങ്ങളുടെ പട്ടിണി മാറ്റിയിട്ടില്ല. സോവിയറ്റ് യൂണിയൻ, ക്യൂബ, റഷ്യ, ചൈന എന്നൊക്കെയുള്ള പർവ്വതീകരിച്ച ബിംബങ്ങൾ ഉണ്ടാക്കി ഇത്രയും നാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആളുകളെ പറ്റിക്കുകയായിരുന്നു. നമുക്കറിയാം, യഥാർത്ഥ കമ്മ്യൂണിസം അല്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസികൾ ഭരിക്കുന്ന ഈ കേരളത്തിൽ പോലും സോഷ്യലിസം നമുക്കുണ്ടാക്കി തന്ന ബാധ്യതകൾ. നമ്മൾ എന്നാണ് സ്വാതന്ത്ര്യരായത്? 1990കളിൽ നമ്മൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തുറന്നു വിട്ടതിന് ശേഷം ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഭാഗമായപ്പോഴാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം നേരിട്ട് ക്യൂബയിലെ ഭരണകൂടം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങുന്നത്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് അതിശക്തമായ പ്രതിഷേധം അരങ്ങേറുന്നതെന്ന് ഓർക്കണം. പ്രസിഡന്റ് മിഗേൽ ഡ്യൂയസ് കെനലിന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഏകാധിപത്യം തുലയട്ടെ എന്ന മുദ്രാവാക്യവുമായി ഹവാന മുതൽ സാന്റിയാഗോ വരെ തെരുവിൽ പ്രക്ഷോഭകർ അണിനിരക്കുന്നത്. ക്യൂബയെക്കുറിച്ച് നമ്മൾ ഏറ്റവും ഒടുക്കം കേട്ട വാർത്തകൾ ഇതൊക്കെയാണ്. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞവരിപ്പോൾ ക്യൂബയെക്കുറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വാർത്തകൾ പുറത്തുവിടരുത്, ആ ഒരക്ഷരം മിണ്ടരുതെന്ന് തിരുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എവിടെയും മനുഷ്യന് ഉപകാരം ചെയ്തിട്ടില്ല. ലോകം മുന്നോട്ട് പോവുകയും ആളുകൾ വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ചും ആശയങ്ങൾ ഉപയോഗിച്ചും സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടുകയും ലാഭാധിഷ്ഠിതമായി മാർക്കറ്റ് മുന്നോട്ട് പോവുകയും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ലോകം മുന്നോട്ട് കുതിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റലിസത്തിലൂടെ മാത്രമായിരുന്നു. ചരിത്രം അതിന് തെളിവാണ്. പൗരസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്യൂബയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവിടെ ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ ഭരണങ്ങൾ ഇല്ലാതാക്കുകയും ജനങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു വിട്ടുകൊണ്ട് അവിടേക്ക് കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുത്തിക്കൊണ്ട് അവിടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തി താല്പര്യങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കാതെ സോഷ്യലിസത്തെ എടുത്ത് കടലിലെറിയാതെ ക്യൂബ നന്നാവില്ല. ഇവിടുന്ന് ഓരോ പാർട്ടി പ്രവർത്തകനും ഓരോ രൂപ കൊണ്ട് കൊടുത്താൽ പോലും അതൊന്നും ക്യൂബയ്ക്ക് തികയില്ല. അടിസ്ഥാനപരമായി അവരെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത കമ്മ്യൂണിസവും സോഷ്യലിസവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം.